എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളെയും, വ്യാപാരം വെച്ചാൽ കച്ചവടമല്ല, വിനിമയം, കമ്മ്യൂണിക്കേഷൻ, വ്യാപാരം, ഇടപാടുകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് വന്നത് എൻ്റെ തന്നെ ജീവിതത്തിൽ കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. രാവിലെ എഴുന്നേറ്റ് എല്ലാം ഫീഡ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾ നേരത്തെ ഒരു ദിവസം പറഞ്ഞായിരുന്നു. ആ ഫീഡിങ് പ്രെയറാണ് ഇന്ന് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റുന്ന വേർഷനായിട്ട് മാതാവിത് ഒക്ടോബർ മാസത്തിൽ മാറ്റി ഒക്ടോബറിൻ്റെ സമ്മാനമാണ് ഇന്നിപ്പോൾ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട്. നമ്മുടെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരും ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റുന്നവരുണ്ടല്ലേ, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണമേ. എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ, സൽപ്രവൃത്തികൾ കൊണ്ട് കർത്താവിൻ്റെ തിരുസ്ഥനിൽ നിൽക്കുന്ന ഭൂമിയിലുള്ള എല്ലാ സുവിശേഷ സാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സൽപ്രവൃത്തികൾ ഞങ്ങൾക്ക് തുണയാകട്ടെ. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ. മനസ്സിടിഞ്ഞു പോയ മക്കളുടെ കർത്താവേ, മാനസിക പിരിമുറുക്കം കൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാത്തവരുണ്ട് ഈശോയെ. ഇന്നലെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് താമസിച്ചവരുണ്ട് ഈശോയെ. ഇന്നലെ ഭാര്യയും ജീവിത പങ്കാളിയുടെ വഴക്കിട്ടവരുണ്ട് ഈശോയെ. അതിൻ്റെ പേര് ഉറങ്ങാതെ കിടന്നവരുണ്ട്. മക്കളുമായിട്ട് വഴക്കിട്ട് മക്കളുടെ ചില ദുർനടപ്പുകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം കാരണം അവരുടെ പ്രാർത്ഥനാക്കുറവും പിന്നെ അവരുടെ പ്രാർത്ഥനയ്ക്കെതിരെ, ദൈവത്തിനെതിരെ സംസാരിക്കുന്ന കാരണം അതിൻ്റെ ഭാരമൊക്കെ ഏറ്റിട്ട് ഉറങ്ങാൻ പറ്റാതെ പോയ മക്കളുണ്ട്. അങ്ങനെ ഓരോരോ തരം വിഷമതകൾ. ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രാവൽസ്. കർത്താവ് വചനം ഓർക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരാശ്വാസമുണ്ട്. 1:4 എല്ലാ തരത്തിലും ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാൻ, എല്ലാ തരത്തിലും ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്നവർ ദൈവ തിരുച്ചിത്തമാണെങ്കിൽ കർത്താവ് അതനുസരിച്ച് കൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന, ഡെയിലി ബ്രെഡ് കൂടുന്ന, ഈ അനുഗ്രഹ പ്രാർത്ഥന കൂടുന്ന എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളെയും നീ കർത്താവ് നീ ഏറ്റെടുക്കണം. ഈശോയെ, സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കർത്താവേ. അതുപോലെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, ഒരു വീട് കിട്ടാൻ ആഗ്രഹമുണ്ട്, കേസ് മാറാൻ ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ശത്രുത മാറി സമാധാനത്തെ അയൽവാസികളുമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നോബഡി ടു ഹെൽപ്പ് എന്ന് അയാൾ പറയണത്, ആ തറവാരോഗി യോഹന്നാൻ 5:7 പറയണത്, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നാണ് പറയണത്. കർത്താവ്, ആരുമില്ലാത്തവർക്ക് നീ മാത്രമേ ഉള്ളെന്ന് ഓർക്കണമേ കർത്താവ്. അങ്ങനെയാണല്ലോ കർത്താവ് 38 വർഷത്തിന് ശേഷം ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നീ വന്നത്. അതുപോലെ കർത്താവ്, ഈ പ്രാർത്ഥന കൂടി ആരുമില്ല സഹായിക്കാൻ. കർത്താവ്, ചില കാര്യങ്ങൾക്ക് ചിലരുണ്ട്, പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഇല്ല. അതാണ് നമ്മുടെ അവസ്ഥ, അതാണ് ദൈവത്തിൻ്റെ സ്പേസ്. എല്ലാ കാര്യങ്ങൾക്കും ദൈവം മാത്രമേ ഉള്ളൂ. അത് കണ്ട കർത്താവ് മനസ്സിലാക്കാനും തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ ആ സ്പേസിലേക്ക് നിൻ്റെ തിരുസനെ സമർപ്പിതരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിത ഭാരങ്ങളെ, ജീവിത വിനിമയങ്ങളെ, സഞ്ചാരങ്ങളെ, സംസർഗങ്ങളെ, സംബന്ധങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിലെ നിങ്ങളുടെ രോഗങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും നിങ്ങൾക്ക് പെൻഡിങ്ങായിട്ട് കിടക്കുന്ന കുറേ മാസങ്ങളായി, കുറേ വർഷങ്ങളായി, കുറേ ദിവസങ്ങളായി നമുക്ക് അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റണില്ല, ആ പറമ്പിലൊന്ന് പോകാൻ പറ്റണില്ല, ആ വ്യക്തിയൊന്ന് കാണാൻ പറ്റണില്ല, ആ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റണില്ല, ആ റെക്കോർഡൊന്ന് പൂരിപ്പിക്കാൻ പറ്റണില്ല, ആ പ്രോജക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇങ്ങനെ ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് കൈയും കാലും കാണാത്ത കയറ് കൊണ്ട് കെട്ടിയ പോലെ ബന്ധിക്കപ്പെട്ട എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ ഉദ്ധാനത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക തടസ്സങ്ങളും ദോഷങ്ങളും അതെല്ലാ ബന്ധനങ്ങളും യേശുനാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും
സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സങ്കീർത്തനം 110:1 വായിക്കുകയാണ്. ഇന്നത്തെ ഡെയിലി ബ്രെഡ് അതാണ്. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. എന്റെ പ്രിയപ്പെട്ട, ഇതിനൊരു വിഷയം എന്തറിയാവോ? ഞാൻ ഈ പ്രാർത്ഥന ഇപ്പൊ പറയാൻ കാര്യമേ, ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും, പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്യപ്പെടുന്ന പഴയ നിയമത്തിലെ വെളിപ്പാടുണ്ട്. അത് ഭയങ്കര കൺകറൻസ് ആണത്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലേക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. പഴയ നിയമത്തിൽ നിന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യും, പുതിയ നിയമത്തിൽ പേസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തുമാത്രം സീരിയസ് ആയിരിക്കും വചനങ്ങൾ. നമുക്ക് നടപടി 2:35 വായിച്ച കട്ട് ആൻഡ് പേസ്റ്റ് വചനങ്ങൾ. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. അതെ, ഈ വചനമേ ഒരു ജനകോടികളുടെ ജന്മാന്തരങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടാപ്പീസ് വരണത്. എന്താ, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ നമുക്ക് കൃപാസനത്തിൽ സാക്ഷ്യം പറഞ്ഞാലാണ് സോനു വർഗീസിൻ്റെ പ്രശ്നം. പുള്ളി ഒരു 3 ലക്ഷം രൂപ ഒരുത്തനോട് കടം വാങ്ങി. ഓരോ ഇഷ്യൂ വരുന്നത്, ആ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത ചെക്കിൽ 3 ലക്ഷത്തിന് പകരം 10 ലക്ഷമാക്കി അദ്ദേഹം കേസിന് പോയി. അപ്പോൾ അത് നോക്കി എന്തുമാത്രം ആൾക്കാർക്ക് എന്തുമാത്രം അത് ഈ ബ്ലാങ്ക് ചെക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കാര്യം നമ്മുടെ കിഡ്നി കൊടുത്താലും ചെറിയ വിലക്ക് അതിനെ വില പറഞ്ഞിട്ട് കുറച്ച് വാങ്ങിക്കാനുള്ള ആർത്തിയുള്ള മനുഷ്യർക്കുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുകയും അത് പ്രൊട്ടക്ഷൻ പ്രെയർ വേണം. നമുക്ക് എപ്പോഴും നമ്മൾ ലാറ്റിൻ കുർബാനയിലെ ഒരു പ്രാർത്ഥനയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ്, എല്ലാ തിന്മകളും നിങ്ങളെ മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു ഡെലിവറൻസാണ്, അതേസമയം പ്രൊട്ടക്ഷനാണ്. കാര്യം ഇവിടെ നിങ്ങൾ ഈ കുർബാനയുടെ ഈ ഭാഗം ഒന്ന് കാണാൻ പഠിച്ചു, അച്ഛൻ്റെ ഇതൊന്ന് കാണാൻ പഠിക്കണം, നല്ലതായി കേട്ടാ. ഭയങ്കര, ഞാൻ ഇടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് വിഷമം വരുമ്പോൾ ചിലരുടെ പ്രാർത്ഥനയാണ്. എന്താണ്, എന്തെങ്കിലും ഒരു സാധനം ഫേസ് ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ അത് ഏടാകൂടെ ആകുമോ എന്ന് നമുക്ക് മനസ്സിൽ പരിശുദ്ധാത്മാവ് ഒരു ബസറടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, കർത്താവേ, എല്ലാ തിന്മകളും നിങ്ങൾ മോചിക്കണമേ. കാര്യം ഇതുപോയി നമ്മൾ ബ്ലാങ്ക് ചെക്കപ്പോഴും അത് തിന്മയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരാൻ പോണ തിന്മയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറയണേ,
ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ നാടകശാലയുടെ അടുത്താണ് നിന്നിരുന്നത്. നാടകശാല എന്ന് പറയുമ്പോഴേ നമ്മൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ കൃപാസനത്തിൻ്റെ ആദ്യം പണ്ട്, ഇപ്പം നമ്മൾ കൃപാസനത്തിന് സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് വേറെ ചെയ്ത കാരണം ഈ സ്റ്റേജാണ് നമ്മളിപ്പോൾ ഉടമ്പടിക്ക് ഉപയോഗിക്കുക. ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമില്ല, അത് സ്റ്റേജാണ്. അങ്ങനെ പുള്ളി നാടകശാല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ നാടകശാലയുടെ അവിടെ നിൽക്കിയിരുന്നു. സാധാരണ കൃപാസനത്തിൽ നിന്ന് അവിടെയാണ് നിൽക്കുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ഈ അനുദിന ബലികളിലൊക്കെ സജീവമായി പങ്കെടുത്ത് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അപ്പോൾ എന്താണ്, കർത്താവ് നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്ത് ഇരിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ വലതുവശത്തേക്ക് ഇരിക്കുമ്പോൾ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ സംഭവം തന്നെയാണ് വലതുവശത്തേക്ക് ഇരിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ. ആ ദൈവത്തെ വലതുവശിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ പാദപീഠത്തിൽ കൊണ്ടുവരുന്നത്. ഈ മനുഷ്യൻ ചെന്ന് ഈ കേസായി അവസാനം ഒരു അദാലത്തായി അവസാനം ഒരു പോലീസുകാരനെ കണ്ടാൽ ഇത് തീരുമെന്ന്, ഒരു പോലീസ് ഓഫീസറിനെ കണ്ടാൽ തീരുമെന്ന് ഇയാളുടെ കൂട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ആ പോലീസ് ഓഫീസർ ഭയങ്കര വലിയ മനുഷ്യനാണ്, അങ്ങനെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല നമുക്ക് സാധാരണ മനുഷ്യർക്ക്. അപ്പോൾ ഇങ്ങനെ ആരും കൊണ്ടുപോകുക എന്നെ ആരും ഇല്ല എന്ന് പറയും. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ, ഇത് പോലീസ് കേസായി കഴിഞ്ഞപ്പോൾ ഇവർ പോലീസുകാരൻ തന്നെ ഇതിൻ്റെ ഒരു കോംപ്രമൈസ് ടോക്കന് ഈ വലിയ ഓഫീസിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഈ മനുഷ്യൻ ഞെട്ടിപ്പോണത്. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരാളുടെ അടുത്ത് കർത്താവ് തന്നെ എന്നെ പിടിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞു. ആ ഓഫീസർമാർ ചോദിച്ച് ആ വലിയ ഓഫീസർ ഇയാളോട് ചോദിച്ച് ഈ 3 ലക്ഷം 10 ലക്ഷം ആക്കിയിട്ട് ചോദിച്ച്, നിനക്ക് നാണം ഉണ്ടാടാ, വേരെടുത്ത് തിന്നാൻ പാടില്ലടാന്ന് ചോദിച്ചു. അതോടുകൂടി ഇവന് ഉരുകിപ്പോയി. പെട്ടെന്ന് ആ സംഭവം സെറ്റായി. കാര്യം ഇത് നീ പലിശക്ക് കൊടുത്തു എന്നുള്ള തെളിവായില്ലേ, നിന്നെ ഞാൻ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞു. പലിശക്ക് കൊടുത്തതും തെറ്റല്ലേ, പലിശ കൊടുത്തതും തെറ്റല്ലേ. അപ്പം അത് നിന്നെ പിടിച്ച് അകത്തിടുമെന്ന് പറയപ്പെടില്ല. സംഗതി ശിവായിപ്പോയി. എന്താ സാരം, കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി. ഇതെല്ലാവർക്കും ഒരു ഓർമ്മ വേണം കേട്ടോ. ഇത് അതായത് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ലൈഫ്, അതായത് എന്താണ്, പെരക്കത്തി പിടിക്കും വാഴ വെട്ടണ പോലെ ഇങ്ങനെ ഒത്തിരിയേറെ ചൂഷകരും തിന്മകളും ഉണ്ട്. അവർക്കത് ഇടംബലം അവർ നോക്കത്തില്ല. ആർത്തിപ്പണ്ടാരങ്ങൾ എങ്ങനെയെങ്കിലും അവരുടെ കാര്യമാണ് നടക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അനുഭവിക്കാൻ അവരുടെ മക്കൾ അനുഭവിക്കത്തില്ല. ഞാനാണെങ്കിൽ ഒരു 1700 പിണമെടുത്തിട്ടുണ്ട്, മരിച്ചടക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചില മരിച്ചടക്കിൻ്റെ മുമ്പൊക്കെ നമ്മൾ പോയി ഉടുക്കത്തൊക്കെ കൊടുത്ത് അവരെ കുമ്പസാരത്തൊക്കെ ഒരുക്കുമ്പോഴൊക്കെ ചിലവന്മാരുടെ ജീവിതമൊക്കെ എനിക്ക് നല്ലവണ്ണം നേരത്തെ അറിയാവുന്നതായിരിക്കും. അവിടെയൊക്കെ അന്ത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല, അവർ ഒന്നൊന്നര അന്ത്യമായിരിക്കും. വെറുതെ വന്ന് ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിച്ച് മനുഷ്യത്വരഹിതമായിട്ട് ആർക്കും ഇവിടെ എന്ത് ചെയ്യാമെന്നൊന്നും നടക്കത്തില്ല. ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ നീതിയിലാണ് നടക്കണത്. നമ്മുടെ കൈ കറയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ദൈവം നോക്കും. അതാണ് പറയണത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുകയുള്ളൂ, നീ എൻ്റെ വലതുവശത്തിരിക്കും. നമ്മുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. നമുക്ക് ശത്രുക്കളായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അത് കൈകാര്യം ചെയ്യാൻ വേറെ ആളുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളവൻ്റെ വലതുവശത്ത് നിൽക്കണം. കർത്താവിൻ്റെ വചനം കേൾക്കണം, വചനത്തിൽ ജീവിക്കണം, വചനം കൈകാര്യം ചെയ്യണം, വചനത്തിന് സാക്ഷിയാകണം. അങ്ങനെ എല്ലാ ശത്രുക്കളെയും കർത്താവിനെ നിന്റെ പാതവിടാക്കാനുള്ള സമയം അനുഭവിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്കും സുവിശേഷത്തിലേക്കും സാക്ഷ്യത്തിലേക്കും സാക്ഷ്യ ജീവിതത്തിലേക്കും വരാം. ഈ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായി ഉടമ്പടിയിലായിരിക്കുന്നവർ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിക്കും പഠിക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. അത് അർത്ഥവത്തായിട്ട് പ്രയോജനപ്പെടുത്തുന്ന അനുസരിച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടിയിൽ പുരോഗമിക്കാൻ പറ്റും. വേസ്റ്റ് മാനേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള വേസ്റ്റ് അവിടെ തന്നെ കുഴിച്ചു മൂടുന്ന പരിപാടിയല്ല. വേസ്റ്റ് മാനേജർ എന്ന് പറയുന്നത് ലൈഫിൻ്റെ അനുഭവങ്ങളിൽ കുറച്ച് വേസ്റ്റ് അനുഭവങ്ങളുണ്ടാവും. വേസ്റ്റ് അനുഭവങ്ങൾ വെച്ചാൽ
അനുഭവങ്ങളിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, അതേസമയം വേസ്റ്റും ഉണ്ടാവും. വെച്ചാൽ ഒരു കുപ്പ പോലെ ഇരിക്കണ നമുക്ക് തന്നെ ഒരു പിടിയും കിട്ടത്തില്ല. ഈ വേസ്റ്റായിട്ടുള്ള അനുഭവങ്ങളെ എങ്ങനെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും? അതാണ് ഉടമ്പടി ഇന്ന് അന്വേഷിക്കുന്നത്. കാര്യം എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ കുറച്ച് വേസ്റ്റേജ് പറയുന്നുണ്ട് അവർ. പക്ഷെ അവർക്ക് അറിയത്തില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. ഉടമ്പടി ഞാൻ എടുത്തതാണല്ലോ, ദെൻ എന്നിട്ടും അപ്പം ഞാൻ ഉടമ്പടിയിലാണ് റിലേ ചെയ്യണത്. ഞാൻ ഉടമ്പടി റിലേ ചെയ്തിട്ടും എൻ്റെ ധാരണയ്ക്ക് എതിരെ കുറേ ഫ്ലോപ്പ് ആൻഡ് ഫെയിലിയേഴ്സ് സംഭവിക്കുന്നു. അപ്പം ചിലർ പറയും ചിലർ പറയും അത് എൻ്റെ ഉടമ്പടിയുടെ ചെയ്വനയുടെ കുഴപ്പമാണ്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി ഞാൻ നല്ലവണ്ണം ഉടമ്പടി ചെയ്യാമെന്ന് പറയും. നിങ്ങൾ നല്ലവണ്ണം ഉടമ്പടി ചെയ്ത് ആയാലും ശരി, പിന്നെയും കുറേ വേസ്റ്റേജ് ഉണ്ടാകും അനുഭവങ്ങളിൽ. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടറിൻ്റെ സാക്ഷ്യം ഉണ്ടായി. ഡോക്ടർ അള്ളിൻ്റെ സാക്ഷ്യത്തിൽ അവർ വളരെ ഇൻ്റലിജൻ്റ് എലഗൻ്റായിട്ടുള്ള ലേഡിയാണ്. പക്ഷെ എന്നിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ ചില മലയാളം +2 IELTS എഴുതി ഒറ്റ സ്ട്രെച്ചിന് പാസ്സാകണത്. മലയാളം ആണ്, മലയാളം മീഡിയമാണ്. പക്ഷേ അവർ പറയും അപ്പായി മരിച്ചു, എൻ്റെ അനിയനാണ് എനിക്ക് വീട്ടിലുള്ളത്, അമ്മയുടെ ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിക്കണത്, അപ്പോൾ എന്നെ നീ കരകയറ്റി വിട്ടില്ലെങ്കിൽ കുടുംബം മുങ്ങിപ്പോകും എന്ന് മാതാവിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രേയറിൻ്റെ സത്യത്തിൻ്റെ ഘടനകൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം, നല്ലതാണ്. കാര്യം ഈ ഉടമ്പടി ഒരു വിഷയം നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. അത് ബൈബിളിൻ്റെ മുഴുവൻ കോൺസെപ്റ്റിൽ ഈ നോട്ട് ബൈ മെറിറ്റ് ഉണ്ട്. ഉടമ്പടി മാത്രമല്ല. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ നമ്മുടെ യോഗ്യത ഇല്ലെങ്കിലും ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവം ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മലയാളം മീഡിയംകാർ +2 IELTS എഴുതുമ്പോൾ ഒറ്റ സമയത്ത് തന്നെ പാസ്സായി വരും. അത് കർത്താവിൻ്റെ ശക്തിയാലാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ സൈന്യത്താലും ശക്തിയാലും അല്ലാതെ കർത്താവിൻ്റെ കൃപയിൽ വർക്ക് ചെയ്യുന്ന കുറേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഉടമ്പടിയുടെ ഒരു തനത് ഫോർമുലയാണത്. പക്ഷെ ഞാൻ പറയണത് അതല്ല. നിങ്ങളതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ, ഇപ്പോൾ ഈ ഡോക്ടർ അഡ്ലിന് എന്താ സംഭവിച്ചത്? അവർ MBBS ഡോക്ടറാണ്. ഇനിയിപ്പോൾ ഒരു MDക്കോ മറ്റെന്തിനോ എൻട്രൻസിന് വേണ്ടി വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിനാണ്. അതിനു വേണ്ടി അവരെന്താ ചെയ്യണത്? അതിന് 3 ടെസ്റ്റാണ് ഉള്ളത്. ഒരു ടെസ്റ്റ് IELTSൻ്റെ ടെസ്റ്റാണ്. അത് 2 പ്രാവശ്യം എഴുതിയിട്ട് അവർക്ക് കിട്ടിയില്ല. ഓക്കെ, വ്യത്യാസം കണ്ട? +2 മലയാളം മീഡിയം IELTS എഴുതി പെട്ടെന്ന് കയറി പോകുന്നു. ഒരു MBBS ഡോക്ടർ എഴുതിയിട്ട് അത് കിട്ടണില്ല, 2ാമത്തെ പ്രാവശ്യം കിട്ടിയില്ല. ഉടമ്പടി എടുത്തിട്ട് പോലും അവർക്കത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പസിലായിട്ട് വരും. ഒരു കൊട്ടത്തേങ്ങ പോലെ ഇത് വെട്ടാനും പറ്റത്തില്ല, തുളക്കാനും പറ്റാത്ത അവസ്ഥ. വാട്ട് ഹാപ്പൻ ടു മീ? അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ചോദ്യം ചെയ്യപ്പെടാം. ആത്മവിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു ദൈവശാസ്ത്രം അനുസരിച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആത്മവിശ്വാസം തന്നെയാണ്. കാര്യം ഈ ആത്മവിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്. ആത്മവിശ്വാസം
അതിൻ്റെ 1 ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ അത് അഹന്തയായിട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പം. ആത്മവിശ്വാസം ഒരു മാനുഷികമായ ഗുണമാണ്, പക്ഷേ അതൊരു പോസിറ്റീവ് ഗുണമാണ് ആത്മവിശ്വാസം. പക്ഷേ സ്പിരിച്വൽ മേഖലയിൽ ചിന്ത വരുമ്പോൾ, സ്പിരിറ്റ് വർക്ക് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഈ ആത്മവിശ്വാസം അതായത് കൂടിയ ആത്മവിശ്വാസമുള്ളവർ, കൂടിയ ആത്മവിശ്വാസത്തെക്കാൾ ശരിക്കും അവർക്കുള്ളത് അഹങ്കാരമാണ്. അവർ തന്നെ അറിയത്തില്ല അത് ആത്മവിശ്വാസമാണെന്ന് അവർ പറയണതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് അവർക്കുള്ളത് അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറയുന്ന സംഭവം അഹം ക്യാരി ചെയ്യുന്നതാണ്. അത് എന്തെങ്കിലും ഭൗതികമായ ഒരു എബിലിറ്റിയുടെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആന്തരികമായ ഭാവമാണ്. ഇവിടെ നോ എൻട്രിയാണ് ദൈവത്തിന്. ഉടമ്പടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കേവല മനുഷ്യനെ ഉടമ്പടി എടുത്ത് വിജയിപ്പിക്കാൻ പാടാണ്. അതിൻ്റെ ഉടമ്പടി പ്രവർത്തിക്കേണ്ട കാലാവസ്ഥ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് നൽകും. ഈ ഓവർ കോൺഫിഡൻസ് പലപ്പോഴും വർക്ക് ചെയ്യണത് സ്പിരിച്വൽ ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ ഇടയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ സ്പിരിച്വൽ ലാംഗ്വേജിൽ ഓവർ കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ പ്രൈഡിൻ്റെ ഭാഗമായിട്ട് വരും. പ്രൈഡ് വന്നാൽ പിന്നെ വരേണ്ടത്, പ്രൈഡിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി പ്രൈഡിൽ, അഹങ്കാരത്തിൽ ഉടമ്പടി, ഓവർ കോൺഫിഡൻസിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ദൈവം ആദ്യം ചെയ്യണത് നിങ്ങളെ കാഷ്വാലിറ്റി കയറ്റിയിട്ട് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ടോർപ്പഡോ ചെയ്യാൻ നോക്കൂ. അതിപ്പോൾ ഈ ആഡലിൻ്റെ സാക്ഷ്യം മാത്രമല്ല, പല സാക്ഷ്യങ്ങളിൽ നിന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു കുഴപ്പം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ക്വാളിറ്റേറ്റീവ്ലി ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഗുണപരമായിട്ട് നിലവാരം കുറഞ്ഞ ഒരു നിക്ഷേപമാണ് ശരിക്കും നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസുകാർക്ക് ഇതിൻ്റെ അകത്ത് വരണത് ഉടമ്പടി വരണത്. എന്താ കാര്യം? ഇതിപ്പോൾ ഉടമ്പടി എടുത്ത് എല്ലാവരും എടുക്കണമല്ലോ, എൻ്റെ കൂട്ടുകാരൊക്കെ ഉടമ്പടി എടുത്ത്, അതുകൊണ്ട് ഞാൻ എടുക്കണേ. ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്കറിയാം ഇത് റാങ്ക് ലിസ്റ്റിൽ കയറിപ്പോവും, ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയാം. ഇതാണ് ഓവർ കോൺഫിഡൻസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ കോൺഫിഡൻസുകാർക്ക് അവർ ഡേഞ്ചറസ് സോണിലാണ്. എന്താ കാര്യം? ദൈവം അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അവർ ഓവർ കോൺഫിഡൻസ് അഹങ്കാരമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാരണം അവിടെ ആത്മാവ് പ്രവർത്തിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ദൈവം എന്തുമാത്രം വർഷങ്ങൾ കാത്തിരുന്നറിയാവോ ഈ ആളെ ഒന്ന് ജനിപ്പിച്ചെടുക്കാൻ. ജൂഡിത്തിനെ എസ്തേറിനെ പോലെയൊക്കെ നല്ല തലക്കനമുള്ള പെണ്ണുങ്ങൾ ഇസ്രയേലിലുണ്ടായിരുന്നു. ഇസ്രയേലിലെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ 9ാം ക്ലാസ്സുകാരത്തിയാണ് 6ാം ക്ലാസ്സുകാരത്തിയാണ് AK-47 കൊണ്ട് നടക്കുന്നത്. എല്ലാം ട്രെയിൻഡാണ്. അവർക്കൊരു പ്രത്യേക സ്റ്റാമിന ഉള്ള പെൺപിള്ളേരാണ്. പക്ഷേ അത് അത്തരം ടൈപ്പാണ് ജൂഡിറ്റ്, എസ്തേർ. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചരിത്രം മുഴുവൻ നോക്കുമ്പോൾ റൂത്തിൻ്റെ കാലം വരെ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരാണ്. ഈ റൂത്തിനെ പോലെയുള്ള നല്ല കരളുറപ്പുള്ളൊരു പെണ്ണല്ലെങ്കിൽ രാത്രി പോയി ബോവാസിൻ്റെ അടുത്ത് പോയി കിടക്കുക. അപ്പോൾ അവർ നല്ല അവർ ചെയ്യണ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഇച്ഛാശക്തിയും ദിശാബോധമുള്ള ആൾക്കാരാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ ഒരു രക്ഷാകര നടപടിക്രമത്തിൻ്റെ കെയർ ടേക്കറായിട്ട് നിർത്താനേ പറ്റത്തുള്ളൂ. അതിൻ്റെ യഥാർത്ഥ ആളായിട്ട് ഏജൻ്റായിട്ട് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റൂത്തും താമറും ഒക്കെ രക്ഷാകര സംഭവത്തിലെ കെയർ ടേക്കേഴ്സാണ്. അവർ ശ്രേണിയിലുണ്ട്, ഇല്ലെന്നൊന്നും പറയണില്ല, ഉണ്ടവർ. പക്ഷെ അവർ ലൈം ലൈറ്റിലില്ല. അവർ ഇങ്ങനെ ഗ്രീൻ റൂമിൽ നിൽക്കണ കാണാം. താമരൊക്കെ ഗ്രീൻ റൂമിലുണ്ട്. രക്ഷാകര ചരിത്രം വായിക്കുമ്പോൾ താമര അതിൻ്റെ അകത്തുണ്ട്. താമര വിജാതി സ്ത്രീയാണ്, മോവാബുകാരത്തിയാണ്. അപ്പോൾ അതേസമയം തന്നെ അതേസമയം റൂത്തുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ സ്റ്റേജിൽ മറിയം മാത്രമേ ഉള്ളൂ. അതെന്താ കാര്യം?
അവിടുന്ന് എൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ, മറ്റതൊക്കെ വിനീതപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. റൂത്തും താമരൊക്കെ വിനയപ്പെട്ട് വരാനേ. താമറിൻ്റെയൊക്കെ കാര്യം ഭയങ്കര വിറ്റാണ്. താമര പറയും, ഞാൻ ഗർഭിണിയായിരിക്കണതേ, എൻ്റെ കയ്യിൽ റിങ് ഉണ്ട്, ഇതിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയും. അതാരാണ്? അത് ജൂദയാണ്. ജൂദാക്കിട്ട് പണി കൊടുക്കണേ. ജൂദയുടെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അവർക്ക് അങ്ങനെ ചങ്കുറപ്പുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ അവർ രക്ഷാകര നടപടിക്രമത്തിലുണ്ട്. അവർ ഗ്രീൻ റൂമിലാണ്. അവരെ വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഡയറക്റ്റ് പ്രസവിക്കാനൊന്നും പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ദാവീദിനെ പ്രസവിച്ചത് റൂത്ത് അല്ലെങ്കിൽ പോലും റൂത്ത് ദാവീദിൻ്റെ അമ്മുമ്മയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദാവീദിൻ്റെ പോലും അമ്മുമ്മയാകാനേ റൂത്തിന് പറ്റണുള്ളൂ. റൂത്തിൻ്റെ അത് വലിയ മിസ്റ്റേക്ക് ഇല്ലാത്തൊരു ലേഡിയാണ്. അപ്പോൾ നമുക്കറിയാം മാതാവിന് എന്തുമാത്രം വ്യത്യാസം, എന്തുമാത്രം ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ മറിയത്തിലേക്ക് ദൈവം വരണതെന്നറിയാം. മറിയത്തിനോട് പറയുമ്പോൾ തന്നെ മറിയത്തിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ബിഹോൾഡ് എന്നാ പറയുന്നത്. ബിഹോൾഡ് എന്താണ്? ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്. എന്ത് രസമാണ് കേൾക്കാൻ, എന്തൊരു വല്ലാത്ത പറച്ചിലാണ്. എന്താണ്? നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോഴേ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അമ്മ പറയുന്ന വാക്ക് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി.